ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി വാഹനം കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിൽപ്പന നടത്തിയ ഇടനിലക്കാരെ കണ്ടെത്താൻ കഴിയാതെ കസ്റ്റംസ്. വാഹനം വാങ്ങിയവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനില സംഘത്തെ കണ്ടെത്താനാണ് കസ്റ്റംസിന്റെ ശ്രമം. രേഖകൾ പരിശോധിക്കാതെയാണ് കസ്റ്റംസ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടി നടൻ ദുൽഖർ സൽമാൻ ഇന്നലെ കോടതിയെ സമീപിച്ചിരുന്നു. റിപ്പോർട്ടിലേക്ക്. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തെന്ന് കരുതുന്ന നിരവധി വാഹനങ്ങളുടെ ഉടമകൾക്ക് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നു. നടൻ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കിന്റെയും അടക്കം ചില വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചവരെയോ ക്രമക്കേട് നടത്തി വിൽപ്പന നടത്തിയവരെയോ കണ്ടെത്താൻ കസ്റ്റംസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിനിടെ രേഖകൾ പോലും പരിശോധിക്കാതെയാണ് കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചതും കസ്റ്റംസിന് തിരിച്ചടിയായി. ഇതോടെയാണ് ഇടനിലക്കാരെ കണ്ടെത്താനുള്ള ശ്രമം കസ്റ്റംസ് ഊർജിതമാക്കിയത്. കൊച്ചി കുണ്ടന്നൂരിൽ നിന്നും കസ്റ്റംസ് പിടികൂടിയ വാഹനത്തിന്റെ ഉടമ മാഹിന്റെ മൊഴിയിൽ നിന്ന് ഇടനിലക്കാരെ സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മാഹിന്റെ വാഹനമടക്കം പിടിച്ചെടുത്തതിൽ ചില വാഹനങ്ങൾ അരുണാചൽ പ്രദേശിലെ നാംഷായ് RTO ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏജന്റുമാർ കബളിപ്പിച്ചതോടെ കാർ വാങ്ങിയതിൽ 24 ലക്ഷത്തിന് നഷ്ടമുണ്ടായെന്നും മാഹിൻ മൊഴി നൽകിയിരുന്നു. കസ്റ്റംസ് വീണ്ടും മാഹിന്റെ മൊഴിയെടുത്തേക്കും കേരളത്തിലേക്ക് എത്തിച്ച വാഹനങ്ങളിൽ ചിലത് നമ്പറും നിറവും മാറ്റി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തിയതായും കസ്റ്റംസ് സംശയിക്കുന്നു. ഈ വാഹനങ്ങൾ കണ്ടെത്താൻ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായവും കസ്റ്റംസ് തേടിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.